ഹലോ. അപ്പോൾ സുകുടുംബത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമുക്ക് മീനില്ലാതെ നമുക്കൊരു കറി വെച്ച് നോക്കാം. മീനില്ലാത്ത മീൻ കറി. ഓക്കെ. പണ്ടൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ വെക്കുമല്ലായിരുന്നു. എൻ്റെ അമ്മയൊക്കെ വെക്കുമായിരുന്നേ. എൻ്റെ അമ്മച്ചി വെക്കുമായിരുന്നു ഇങ്ങനെ മീനില്ലാത്തപ്പോൾ. ഈ ചേമ്പ് ഉണക്കമീനൊക്കെ ഇട്ട് വെക്കുമായിരുന്നു പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ. ഉണക്കമീനും ചേമ്പും കൂടെ വെക്കുമായിരുന്നു. പിന്നെ ഉണക്കമീനും കായും ചേമ്പും എല്ലാം കൂടെ ഇട്ട് വെക്കത്തില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഇവർക്കൊന്ന് കൊതിയാവുക. അപ്പോൾ ഇന്ന് ഞാൻ കടയിൽ പോയപ്പോൾ ഞാൻ ചേമ്പ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് നമുക്ക് അതൊരു ചേമ്പ് ഇങ്ങനെ കറി വെക്കാവുന്ന. ഞാനത് മീനില്ലാതെ ഒരു മീൻ കറി പോലെ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് പണ്ടൊക്കെ വീട്ടിൽ വെക്കുമ്പോൾ. അപ്പോൾ നമുക്കിന്ന് ഈ ചേമ്പും, ഇത് ശീമച്ചേമ്പല്ല, വേറൊരു ചേമ്പുണ്ടല്ലോ, ചെറിയ ചേമ്പ്, അതാ ആ ചേമ്പും പിന്നെ ഈ കായും കൂടെ ഇട്ട് നമുക്ക് ഒരു മീനില്ലാത്ത മീൻ കറി വെക്കാം അല്ലേ. നല്ല ടേസ്റ്റാണ്. നിങ്ങളൊക്കെ അത് വെച്ച് നോക്കണം. പണ്ടത്തെ പഴമയുടെ രുചികൾ. അപ്പം നമുക്ക് കറി വെക്കാം അല്ലേ. അപ്പം ഞാനിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഈ ചേമ്പും ഈ കായും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ, എന്നിട്ട് ഞാൻ കാണിക്കാവേ. അപ്പം ഞാൻ ഈ ചേമ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുക്കുകയാണേ. അപ്പം പണ്ടത്തെ രുചികളൊക്കെ ഇപ്പം നാവിൻ്റെ തുമ്പിലിരിക്കുക. അപ്പോൾ അതൊക്കെ ഓർത്തപ്പം അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാൻ ഇഷ്ടം. എനിക്ക് ഇങ്ങനത്തെ ഈ കറികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ. ഇങ്ങനെ ഈ ഉണക്കമീനും ചേമ്പും ഉണക്കമീനും കായും പിന്നെ ഈ ഒരുമാതിരി തട്ടിക്കൂട്ട് സാമ്പാർ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാർ ഉണ്ടാക്കിത്തരണം ഇല്ലേ. എല്ലാം മിസ് ചെയ്യുമോ ഇപ്പോൾ. ഇനിയിപ്പോൾ ഞാൻ ചെന്നാലും എൻ്റെ അമ്മച്ചിക്ക് ഉണ്ടാക്കി തരാനൊന്നും പറ്റില്ലായിരിക്കും. ഒത്തിരി പ്രായമായില്ലേ, അതുകൊണ്ട്. എന്നാലും ഞാൻ പറഞ്ഞ് ഞാൻ ഇനി വരുമ്പോൾ സാമ്പാർ ഉണ്ടാക്കി തരണം. തരാം, എൻ്റെ മോന് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ചെല്ലുമ്പോൾ അതിനൊക്കെ ആവുമോ എന്തോ അറിയില്ല. അപ്പോൾ നമ്മുടെ അമ്മമാർ അല്ലേ, അവരുടെ സ്നേഹവും എല്ലാം, അവരുടെ വാത്സല്യവും സ്നേഹവും എല്ലാം ചാലിച്ചാണ് അവരെന്തെങ്കിലും ഒരു പാചകം അല്ലെങ്കിൽ ഒരു കറി അല്ലെങ്കിൽ ഒരു ആഹാരം വയ്ക്കുന്നത് അല്ലേ. നമ്മുടെ സന്തോഷത്തിന്, നമ്മുടെ ആഗ്രഹത്തിന്. അപ്പം അത് ഒരു പ്രത്യേകത തന്നെയാണ് അമ്മമാരുടെ പാചകം. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ പാട്ടൊക്കെ പാടിയിട്ടപ്പോഴേക്കും എല്ലാവരും ഒത്തിരി സപ്പോർട്ടൊക്കെ ചെയ്തു. പിന്നെ ഗിരീസ് വെറൈറ്റി ഗിരിജ പറയുന്നുണ്ടായിരുന്നു, പാട്ടിൻ്റെ ലൈൻസൊക്കെ ലിറിക്സൊക്കെ നന്നായിട്ട് കാണാപ്പാടമാണല്ലോ എന്ന്. അതെ, പാടിപ്പതിഞ്ഞ ഗാനങ്ങളല്ലേ അതൊക്കെ, പഴയ ഗാനങ്ങൾ. അതൊക്കെ ഒത്തിരി എപ്പോഴും ഇങ്ങനെ പാടുന്ന പാട്ടുകളായിരുന്നു. അത് പ്രത്യേകിച്ച് ജാനകി അമ്മയുടെയും പിന്നെ മാധുരിയുടെ, പിന്നെ അതുപോലെയുള്ള പഴയ പാട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ പാട്ടുകൾ എപ്പോഴും ഇങ്ങനെ റേഡിയോയിലൊക്കെ കേൾക്കുമ്പം കൂടെ പാടി 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 പതിഞ്ഞ ഗാനങ്ങളാണ്. അതുകൊണ്ട് അത്രയും ഇതായിട്ട്, എന്നാലും മുഴുവനായിട്ടൊന്നും കാണാതെ അറിയില്ല, എങ്കിലും മിക്കവാറും ഓൾമോസ്റ്റ് ഒക്കെ ലിറിക്സൊക്കെ അറിയാം. അത്രയ്ക്ക് നല്ല പാട്ടുകളൊക്കെ, ഈ മനസ്സിൽ കൊള്ളുന്ന പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. ഒത്തിരി ഇഷ്ടമുള്ളത് എപ്പോഴും പാടിക്കൊണ്ട് നടക്കും. അങ്ങനെയൊക്കെയാണ്. എന്തായാലും പാട്ട് എൻ്റെ ജീവനാണ്.
അത്രയ്ക്കും നന്നായിട്ട് പാടാനൂടെ കഴിവ് ദൈവം തന്നിരുന്നെങ്കിൽ. അപ്പം നമുക്ക് ഈ മീൻകറി വെക്കാനായിട്ട് ഞാനിതൊക്കെ ഒന്ന് കഴുകി പെറുക്കിയെല്ലാം എടുക്കട്ടെ. ഇനി ഇത് കായും ചേമ്പും എല്ലാം ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കായുടെ കറയുണ്ടല്ലോ, അപ്പോൾ അത് വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ അത് കുറച്ച് മാറുമല്ലോ, അതിന് വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇട്ടിരിക്കുകയാണ്. പിന്നെ ഇനിയും കുറച്ച് പച്ചമുളക്, സവാള എല്ലാം കൂടെ അരിഞ്ഞെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അരിഞ്ഞത് ഇവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് പച്ചമുളകും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട്, അപ്പോൾ 2 പച്ചമുളകും എല്ലാം ഒന്ന് അറ്റമൊക്കെ പിളർന്ന് 2 പച്ചമുളക്, പിന്നെ ഒരു തക്കാളി വേണം. തക്കാളി അതും കൂടെ നമുക്ക് ഇങ്ങനെ നാലായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കാം. അത് പിന്നെ ലാസ്റ്റ് ഇട്ടാൽ മതി. അപ്പം ഞാനിതൊക്കെ ഒന്ന് കഴുകി അടുപ്പിൽ വെക്കട്ടെ. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണ്ട കാണിക്കാമേ, ഒരു മിനിറ്റ്. സവോള, തക്കാളി, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കണ്ട സവോള, ഏത്തക്കായ, പിന്നെ ചേമ്പ്. അപ്പോൾ പാത്രമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അതൊന്ന് കടുക് വറുത്തിട്ട് നമുക്ക് ഈ കഷ്ണമൊക്കെ അങ്ങോട്ട് വേവിക്കാനിടാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാകട്ടെ. അപ്പോൾ കടുകിട്ടു, കടുകൊക്കെ പൊട്ടി. ഇച്ചിരി ഉലുവയും കൂടെ നമുക്കിടാം കേട്ടോ. മീൻ കറിയല്ലേ, ഇച്ചിരി ഉലുവ വേണം. അപ്പോൾ ഉലുവ ഇട്ടു. പിന്നെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, മറ്റേ ചെറിയ ഉള്ളി എല്ലാം കൂടെ ഇട്ട് കറിവേപ്പിലയും കൂടി ഇട്ടു. ഇനി നമുക്കതൊന്ന് ഞാൻ സ്പൂൺ എടുക്കട്ടെ. പച്ചമുളകും കൂടി ഇടാമേ. ഇനി നമുക്ക് നമ്മുടെ കായും ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇടാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതൊന്ന് വേവാൻ വെക്കുക. ഒന്ന് അടച്ച് വെക്കാം അല്ലേ. ഓക്കെ, അപ്പം ഞാൻ വേറൊരു കുഞ്ഞ് ചീനച്ചട്ടിയിൽ കുറച്ച് മുളക് പൊടി, കാശ്മീരി ചില്ലിയുണ്ട്, പിന്നെ മറ്റേ നമ്മുടെ സാധാരണ മുളക് പൊടിയുണ്ട്, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും ഇട്ടൊന്ന് ചൂടാക്കി, ചെറുതായിട്ടൊന്ന് ചൂടാക്കി അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് ഞാൻ അതിനകത്തേക്ക് പുളിവെള്ളം ഒഴിച്ചു. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ പേര് ഞാൻ എപ്പോഴും മറന്നുപോകും. ചേമ്പും ഏത്തക്കായും അതൊക്കെ ഞാൻ കടുവൊക്കെ വറുത്ത് ഇച്ചിരി മറ്റേ സാധനങ്ങളൊക്കെ ഇട്ട് കണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ ഇട്ട് നമ്മൾ വേഗം വെച്ചിരിക്കുമായിരുന്നു. അപ്പം ഏകദേശം അതൊന്ന് വേകാറായിട്ടുണ്ട്.
അപ്പം പുളിയൊക്കെ ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെന്ത് കഴിയുമ്പം ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ ഇത് വേകാൻ താമസം വരും. അതുകൊണ്ടാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് വേകട്ടെ. എന്നിട്ട് ഞാൻ ഉപ്പിട്ട് കൊടുത്തില്ലായിരുന്നു, ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാമേ. എനിക്ക് എപ്പോഴും ഇതിനകത്ത് ഉണക്കമീനുണ്ടെന്നുള്ള ഒരു വിചാരമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കാനായിട്ടൊരു ഉപ്പിടാൻ നേരം ഞാൻ ഓർക്കാം, ഉണക്കമീനുണ്ടോ, ഉണ്ടല്ലോ, ഉപ്പ് കൂടിപ്പോവും എന്നൊരു ഓർമ്മ ഉണ്ടായിരുന്നു എനിക്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ മുളകും ഇതെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പം അത് ഏകദേശം വേവാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം, അത് ഒഴിച്ചു കൊടുക്കാം അല്ലേ. ഈ മുളക് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം, പുളിയും മുളകും എല്ലാം കൂടെ. അപ്പോൾ നമുക്ക് ഈ അടുപ്പിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിങ്ങനെ കൈയൊക്കെ പിടിക്കുന്നതുകൊണ്ട് നിങ്ങളാരും അനുകരിച്ചേക്കരുത്, കൈ പൊള്ളും കേട്ടോ. ഇനി ഒന്ന് നന്നായിട്ട് ആ അരപ്പിനകത്ത് കിടന്നൊന്ന് തിളക്കട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം. അപ്പോൾ നമ്മുടെ മീനില്ലാത്ത മീൻകറി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറാണ് കേട്ടോ, സൂപ്പർ മീൻകറി കണ്ട. ഇനി കടുകൊന്നും വറുത്തിടേണ്ട ആവശ്യമില്ല, ഞാൻ കടുകൊക്കെ വറുത്തിട്ടാണ് ഇത് വേവിക്കാനായിട്ട് വെച്ചത്. പിന്നെ ഇനി നമുക്ക് തക്കാളിയും കൂടി ഇടണം. തക്കാളി പിന്നെ അധികം വേവുമൊന്നും വേണ്ട, അത് തീയൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടാണേലും ആ ചൂടിൽ അത് വെന്തോളും. ഞാൻ ഉപ്പൊക്കെ നോക്കിയായിരുന്നു, നല്ല അടിപൊളി കറിയാണ്. ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറൊക്കെ ഇടുന്നതിനായിട്ട്. നല്ല എനിക്ക് ഈ കറി കാണുമ്പം ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഉണക്കമീനും കൂടെ ഇട്ട് വെക്കുന്ന ഒരു ടേസ്റ്റാണ് തോന്നിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഉണക്കമീൻ കറി. ഇത് തേങ്ങ അരച്ചാണേലും വെക്കുന്നതാണേലും നല്ലതാണ്. കണ്ട, തീ ഓഫ് ചെയ്തില്ല, ഒരു 2-3 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഓ, ഇത് കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു, ചോറുണ്ണാൻ തോന്നുന്നു ഇപ്പോഴേ. കണ്ട, ചേമ്പൊക്കെ വെന്ത് ഇനിയിപ്പോൾ അതൊന്ന് ഇച്ചിരി കുറുകും. ചേമ്പൊക്കെ അല്ലേ, അതുകൊണ്ട് ഇച്ചിരിയും കൂടി കുറുകും. കണ്ട, ഇങ്ങനെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് വെച്ച് നോക്കണം. അപ്പം നമ്മുടെ മീനില്ലാത്ത മീൻകറി റെഡിയായി. എന്താണ് ശബ്ദത്തിനൊരു, അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് അയ്യോ എന്ത് പറ്റി, ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പറാണ്, നല്ല കറിയാണ്. മീനില്ലേലും മീൻ കൂട്ടി കഴിക്കുന്നവർക്ക് അങ്ങനെ മീൻ നിർബന്ധമുള്ളവർക്ക് മീൻ ഇല്ലാത്തപ്പോൾ വെക്കാനൊരു സൂപ്പർ കറിയാണ് ഇത് കേട്ടോ. മീൻ ഇട്ട് കറി വെച്ചതുപോലെ തന്നെ തോന്നും, അത്രയ്ക്ക് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ
എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട്, നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.